ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. കണ്ടാൽ നമ്മുടെ സെമിയ പായസം പോലിരിക്കും, പക്ഷേ സെമിയ പായസമല്ല. ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ളൊരു സ്വീറ്റാണ്, ഒരു പായസമാണിത്. ഇത് റംസാൻ സ്പെഷ്യലാണ്. റംസാൻ്റെ സമയത്ത് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്. ഇത് ഇവിടെ അറിയപ്പെടുന്നത് ഖീർ എന്നാണ്, അല്ലെങ്കിൽ ഷേർ കുർമ എന്ന് പറയും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇത് വളരെ ചെറിയ ഒരു സേമിയ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും തന്നെ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഹാപ്പി റംസാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നോമ്പ് തുറ വിഭവമായ നല്ല ഒരു അടിപൊളി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പായസം നോമ്പ് തുറയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പായസമാണ്. ഞങ്ങൾ ഹൈദരാബാദിൽ ഇതിനെ ഖീർ എന്ന് പറയാം. പക്ഷെ നമ്മൾ ഇതിൻ്റെ റിയൽ പേര് എന്താണെന്ന് വെച്ചാൽ ഷേർ കുർമാനാണ് ഇതിൻ്റെ റിയൽ പേര്. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, പിന്നെ ഫ്രഷ് മിൽക്കും. ഇതെന്താണെന്ന് വെച്ചാൽ സേമിയാണ്. ഇതൊരു തരത്തിലുള്ള സേമിയാണ്. ഇതിന് തിക്നെസ് ഇല്ല. നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു വലിയ കവറിൽ ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലാണ് കിട്ടുന്നത്. നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചേക്കുന്ന പോലെ തോന്നും. ഇതാണ് നമ്മുടെ പായസം ഉണ്ടാക്കാനുള്ള സേമിയ. ഇത് നമ്മൾ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് കവറിനകത്ത് ഇത്രയാണ് കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നെയ്യാണ്. നമ്മൾ എണ്ണയിലല്ല ഇത് ചെയ്യാൻ, നമ്മൾ ഇത് നെയ്യിലാണ് വറുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ നെയ്യിലിട്ടാണ് വറുക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടത് ബദാമും കാഷ്യൂനട്ടുമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ മെലൺ സീഡ്സ് ആണ്. മെലൺ സീഡ്സ് അഥവാ വാട്ടർമെലൺ സീഡ്സ് ഉണക്കിയതാണ്. ഉണക്കമുന്തിരി. ഇതാണ് കജൂര അഥവാ നമ്മുടെ പച്ച ഡേറ്റ്സ് ഇല്ല, അത് ഉണക്കിയെടുത്തതാണ്. അത് നമ്മളിങ്ങനെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ സീഡ്, ഇതാണ് അതിൻ്റെ സീഡ്, അത് നമ്മൾ സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തെടുത്താക്കണതാണ്. നമ്മളിപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കണ 1/2 ലിറ്റർ പാലിലാണ്. 1/2 ലിറ്റർ പാലിന് 50 ഗ്രാം പഞ്ചസാരയാണ്. മധുരം ഓരോരുത്തവരുടെ ഇഷ്ടാനുസരണം എടുക്കാം. 4 ഏലക്ക പൊടിച്ചത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യാന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ വേണം ഒടിച്ചെടുക്കാൻ. ഇതുപോലെ വേണം ഒടിച്ചെടുക്കാൻ. ഇത് കുറച്ച് കട്ടിയാണ്, പക്ഷെ ഒടിച്ചെടുക്കാനേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി പ്രോസസ്സ് എന്താണ് നമുക്ക് കണ്ടറിയാം. ആദ്യത്തെ നമ്മുടെ പ്രോസസ്സ്, ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ബദാമും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മെലൺ സീഡ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ കജൂറ ഇതിലേക്ക് ഇടുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പാലിലേക്കാണ് ഇടുന്നത്. അത് ഇതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ഒരു ബോൾ ഇങ്ങനെ ബബിളായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ച് സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സേമിയയും ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ ചീനിച്ചട്ടീന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മാറ്റാം. ഇനി നമുക്ക് അതേ ചീനിച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ഖജൂറ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഇളക്കി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വരും. ഇനി നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏലക്കപ്പൊടി ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ നല്ലപോലെ വറുത്തെടുത്ത സേമിയയും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷേർ കുറുമ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. നിങ്ങളുടെ അടുത്ത് പിസ്ത അവൈലബിൾ ആയിരുന്നെങ്കിൽ പിസ്ത ചേർക്കാനാണ്. എൻ്റെ അടുത്ത് പിസ്ത അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ പിസ്ത ചേർക്കുന്നില്ല. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്, കണ്ടോ? വാവ്, ലിറ്ററലി അമേസിങ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷീർ കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സെർവിങ് ബൗൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സെർവിങ് ബൗളിലേക്ക് ഒരുക്കുവാണ്. നമ്മുടെ പാൽ ഇവിടെ കുറുകിപ്പോയാലും നമ്മൾ കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഭംഗിയാണ്, കാരണം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ള പായസമാണിത്. ഹൈദരാബാദിലെ ഖീർ പായസം അഥവാ ഷീർ ഖുർമ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നോമ്പ് തുറ റെസിപ്പി അഥവാ നമ്മുടെ ഷേർ കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അഥവാ നമ്മുടെ ഖീർ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, അതേപോലെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനാണ്. നോമ്പ് തുറക്കാറാകുമ്പോഴത്തേക്കിനും ട്രൈ ചെയ്യണം. വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. Goodbye. Thank you for watching.